മൂന്നെണ്ണം വരുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. മൂന്നെണ്ണം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ട്രൈയും കൂടെ ചേർക്കണം അല്ലേ? മീഥൈലിന് പകരം ട്രൈ കൂടെ ചേർക്കണം. ട്രൈ ചേർത്ത് കഴിഞ്ഞാൽ മൂന്നെണ്ണം വരുമ്പോൾ ഉള്ള കാര്യം സിമ്പിളാണ്. ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. CH3 CH2 CH CH3 CH CH3 CH CH3 CH3. ഓക്കെ, മൂന്നെണ്ണം വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല. ആദ്യം നമ്മൾ മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. മെയിൻ ചെയിൻ നമ്മൾ ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. മെയിൻ ചെയിൻ കഴിഞ്ഞിട്ട് നമ്മൾ നമ്പർ ഇടുക. നമ്പർ ഇടുമ്പോൾ 1 2 3 മൂന്നാമത്തെ കാർബണിൽ അങ്ങോട്ട് ഇട്ടപ്പോൾ മൂന്നാമത്തെ കാർബണിൽ മീഥൈലുണ്ട്, നാലാമത്തെ കാർബണിൽ മീഥൈലുണ്ട്, അഞ്ചാമത്തെ കാർബണിൽ മീഥൈലുണ്ട്. തിരിച്ചെണ്ണുമ്പോൾ ഒന്നാമത്തെ കാർബണിൽ ഒന്നുമില്ല, രണ്ടാമത്തെ കാർബണിൽ മീഥൈലുണ്ട്, മൂന്നാമത്തെ കാർബണിൽ മീഥൈലുണ്ട്, നാലാമത്തെ കാർബണിലും മീഥൈലുണ്ട്. സോ 2 3 4 ആണോ 3 4 5 ആണോ ചെറുത്? 2 3 4 ആണോ 3 4 5 ആണോ ചെറുത്? 2 3 4 ആണ്. സോ നമ്മൾ എടുക്കാൻ പോണത് ഇതാണ്. ഓക്കെ, അപ്പോൾ പേരെന്ത് വരും? 2, 3, 4 അല്ലേ? ഇനി എന്ത് ബ്രാഞ്ച് അവിടെ ഉള്ളത്? മീഥൈൽ ബ്രാഞ്ചാണ്. എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ 3 എണ്ണം ആണെങ്കിൽ ട്രൈമീഥൈൽ, 2 എണ്ണം ആണെങ്കിൽ ഡൈമീഥൈൽ, 3 എണ്ണം ആണെങ്കിൽ ട്രൈമീഥൈൽ. 1 2 3 4 5 6 കാർബണുള്ള മെയിൻ ചെയിനാണ്. സോ ട്രൈമീഥൈൽ ഹെക്സൈൻ. സോറി. ഓക്കെ, സോ അപ്പോൾ 3 എണ്ണം വരുമ്പോൾ വലിയ വിഷയമില്ല. ഇനി എൻ്റെ ചോദ്യം, ഈഥൈലും മീഥൈലും വരുന്നു. ഈഥൈലും മീഥൈലും ഒരുമിച്ച് വരുന്നു. ഈഥൈലും മീഥൈലും ഒരു കോമ്പൗണ്ടിനകത്ത് ഒരുമിച്ച് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ എന്ത് ചെയ്യും? ഈഥൈലും മീഥൈലും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ CH3 CH2 CH CH2 CH3 CH2 CH3 CH2 CH3 ഇങ്ങനൊരു കോമ്പൗണ്ട് വരുമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഇങ്ങനെ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എല്ലാ ഭാഗത്തും എണ്ണി നോക്കണം കേട്ടോ. എണ്ണി നോക്കിയാലേ കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ആ സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യാതെ ആദ്യം നിങ്ങൾക്ക് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇങ്ങനെയും 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 തിരിച്ചും ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുക? എണ്ണി നോക്കുക. അതിനകത്ത് നിന്ന് ഏറ്റവും വലിയ കാർബൺ ചെയിൻ കണ്ടുപിടിക്കാൻ ഞാൻ തൽക്കാലം ഇത് സ്കിപ്പ് ചെയ്യുകയാണ്. എനിക്കറിയാം ഇതിനകത്തുള്ള ഏറ്റവും വലിയ കാർബൺ ചെയിൻ ഇതാണെന്ന്. നിങ്ങൾ പരീക്ഷയ്ക്ക് റിസ്ക് എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും എന്ത് ചെയ്യണം? എണ്ണി നോക്കണം. ഓക്കെ, സോ ഇനി ഫസ്റ്റ് നമ്മൾ മെയിൻ കാർബൺ ചെയിൻ മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ മെയിൻ കാർബൺ ചെയിൻ. നമുക്കറിയാം പുറത്ത് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു ഈഥൈൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പൊസിഷൻ നമ്പർ കണ്ടുപിടിക്കാം. പൊസിഷൻ നമ്പർ എന്താണ്? നമ്മൾ അങ്ങോട്ട് എണ്ണുവാണ് ആദ്യം. 1 2 3. എനിക്ക് അങ്ങോട്ട് എണ്ണിയപ്പോൾ മൂന്നാമത്തെ കാർബണിൽ ഒരു ഈഥൈൽ ഗ്രൂപ്പ് കിട്ടി, നാലാമത്തെ കാർബണിൽ എനിക്കൊരു മീഥൈൽ ഗ്രൂപ്പും കിട്ടി അല്ലേ? ഞാൻ തിരിച്ചെണ്ണുമ്പോൾ 1-ലൊന്നുമില്ല, 2-ലൊന്നുമില്ല, മൂന്നാമത്തെ കാർബണിൽ എനിക്കൊരു മീഥൈൽ ഗ്രൂപ്പ് കിട്ടി, നാലാമത്തെ കാർബണിൽ എനിക്കൊരു ഈഥൈൽ ഗ്രൂപ്പ് കിട്ടി. എടാ പണിപാളിയല്ലോ. 2 നമ്പരും എന്താണ്? മീഥൈലും ഈഥൈലും 2 നമ്പറിലും 3ഉം 4ഉം ആണ്. 2 സൈഡിലോട്ട് എണ്ണിയപ്പോഴും 3ഉം 4ഉമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഏതെടുക്കും? ഇതെടുക്കുമോ ഇതെടുക്കുമോ? എപ്പോഴെങ്കിലും നമ്പറിൽ ചെറുത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അയാളാണ് ആൽഫബറ്റിക് ഓർഡർ നോക്കാം. ഇവിടെ നമ്മൾ 3 4 ഇവിടെയും 3 4, പക്ഷേ ഇവിടെ 3-ൽ ഈഥൈൽ, ഇവിടെ 3-ൽ മീഥൈൽ. രണ്ടും വ്യത്യാസമുണ്ട്, പക്ഷേ സെയിം ആണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത അടവെടുക്കും. അതാണ് ആൽഫബറ്റിക് ഓർഡർ. എന്താണ്? ആൽഫബറ്റിക് ഓർഡർ. അക്കോർഡിംഗ് ടു ആൽഫബറ്റിക് ഓർഡർ എം ആണോ ഇ ആണോ ആദ്യം വരുന്നത്? ABCDE ആണ് ആദ്യം വരുന്നത്. അപ്പോൾ ഇക്ക് ചെറിയ നമ്പർ, ഈഥൈലിന് ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കാം. ഈഥൈലിന് ചെറിയ നമ്പർ വരുന്നത് ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടി. ഒന്നുകൂടെ പറയാം, 2-ടുത്തും 3 4 വന്നു. 2-ടുത്തും 3 4 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഏത് സെലക്ട് ചെയ്യണമെന്ന് ഡൗട്ട് വന്നു നമ്മൾ അടുത്ത ആളെ പിടിക്കും. അടുത്ത ആൾ ആരാണ്? ആൽഫബറ്റ്. ആദ്യം നമ്പേഴ്സിൻ്റെ ഓർഡർ നോക്കി, രണ്ടാമത് നമ്മൾ എന്ത് നോക്കും? ആൽഫബറ്റ്സിൻ്റെ ഓർഡർ നോക്കും. ആൽഫബറ്റിൻ്റെ ഓർഡർ നോക്കിയപ്പോൾ ഇ ആണ് ചെറിയ നമ്പർ, ഇ ആണ് ആദ്യം ആൽഫബറ്റിക് ഓർഡറിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്ക് ചെറിയ നമ്പർ കിട്ടുന്നത് നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ എന്തെടുക്കും? 3E 4M. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെലക്ട് ചെയ്യേണ്ടത്. ഇനി ആരെയാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്? നമുക്കിപ്പോൾ പേര് എഴുതുമ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ നമ്പർ എഴുതണം, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പേര് എഴുതണം, അല്ലെ ബ്രാഞ്ചിൻ്റെ പേര് എഴുതണം. ബ്രാഞ്ചിൻ്റെ പേരിൽ നമ്മൾ ആദ്യം ആരെ എഴുതും? അതും ഒരു ഡൗട്ടല്ലേ. ബ്രാഞ്ചിൻ്റെ പേരിൽ ആദ്യം ആരെ എഴുതണോ നമ്മൾ തീരുമാനിക്കുന്നതും ആൽഫബറ്റിക് ഓർഡർ വെച്ചിട്ടാണ്. നോക്ക്,
എം ആണോ ഇ ആണോ ആദ്യം വരുന്നത്? ഇ ആണ്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇനെ വേണം എഴുതാൻ വേണ്ടി. എങ്ങനെയാണ്? ഇവിടെ ഇ എത്ര ആണ്? 3 അല്ലേടാ? ഇവിടുത്തെ ഈ 3 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3 ഈത്തൈൽ. ആദ്യം നമ്മൾ എന്ത് എഴുതി? 3 ഈത്തൈൽ. എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ ഈതയിൽ എഴുതി? എന്തുകൊണ്ട് മീതയിൽ എഴുതിയില്ല? കാരണം മീതയിൽ ആൽഫബറ്റിക് ഓർഡറിൽ പിന്നാണ് വരുന്നത്, ഇ ആണ് ആദ്യം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതി? 3 ഈതയിൽ. ഈ 3 ചെറുതായതിനെ കൊണ്ടല്ല കേട്ടോ ഈതലിൻ്റെ കൂടെ എഴുതിയത്. ഈതയിലിൻ്റെ കറക്റ്റ് നമ്പർ വേണം ഈതലിൻ്റെ കൂടെ എഴുതാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈതലിൻ്റെ കറക്റ്റ് നമ്പർ 3 ആണ്, ഇവിടെ ഈതലിൻ്റെ നമ്പർ 3 ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 3 എഴുതിയത്. ഓക്കെ, അപ്പോൾ 3 ഈതയിൽ. അടുത്ത ആരാ? 4 മീതയിൽ. 3 ഈതയിൽ 4 മീതയിൽ. ഇനി മെയിൻചെയിൻ്റെ പേര് മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻഡ്, ഹെക്സൈൽ. ഇങ്ങനെയാണ് പേര് എഴുതേണ്ടത്. 2 അതിൽ കൂടുതലോ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പേര് എഴുതണം. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ.